അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങുകയായിട്ടാ. അപ്പോൾ ഊട്ടിയിലെ അവസാന കുറച്ച് കാഴ്ചകളും കൂടി വെറുതെ ഒന്ന് ക്യാമറയിൽ പകർത്തി വയ്ക്കണം ഒരു ഓർമ്മയ്ക്കായിട്ടേ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുന്നുകളുടെ നാടായ കുന്നൂരിലോട്ടാണ്. ഊട്ടിയിൽ നിന്ന് തൊട്ട് താഴെയായിട്ടാണ് കുന്നൂർ സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും ഊട്ടിയെ പോലെ തന്നെ അതിമനോഹരമായ ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലമാണ് കുന്നൂർ. പേര് പോലെ തന്നെ നിറയെ കുന്നുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് കണ്ടില്ലേ, താഴത്ത് കുറേ വീടുകൾ ഇങ്ങനെ കെട്ടിവിട്ട്. ഇത് ഊട്ടിയുടെ ഒരു ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഊട്ടി താഴ്വാരത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വില്ലിംഗ്ടൺ കണ്ടോൺമെൻറ്റ് ഏരിയയിലോട്ട് വന്നു. ഇതൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ ചർച്ചാണ് കേട്ടോ. ഇതാണ് കണ്ടോൺമെൻറ്റ്, വില്ലിംഗ്ടൺ കണ്ടോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉള്ള കണ്ടോൺമെൻറ്റാണ്. അതിനുശേഷം ഇങ്ങനെ ഇറങ്ങിപ്പോയി കുന്നൂറിൻ്റെ ഓരോരോ മലനിരകളായിട്ട് കണ്ടു. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. കുന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മുടെ ഭാഗ്യത്തിനാണോന്നറിയില്ല, കണ്ടില്ലേ നമുക്ക് ടോയ് ട്രെയിനെ കാണാൻ പറ്റി. ഇതാണ് നീലഗിരി മൗണ്ടൻ ട്രെയിന്. അതിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതായത് അത് ഇങ്ങനെ താഴെ മേട്ടുപ്പാളയം വരെ പോകുന്ന ട്രെയിനാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കാനായിട്ട് നമ്മളെപ്പോലെ ഒരുപാട് പേര് നിന്നും കാണുന്നുണ്ട്. എല്ലാവർക്കും കൗതുകമാണ്. ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ്. ഈ കാണുന്നതെല്ലാം ബ്രിട്ടീഷിൻ്റെ കാലത്ത് ഉണ്ടായ കുറേ കെട്ടിടങ്ങളും അതിൻ്റെ അവശേഷിപ്പുകളാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഭക്ഷണം കഴിക്കേണ്ട ഒരു ഹോട്ടലിലെത്തി. അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ്. അപ്പോൾ മെനു ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. അവിടുന്ന് ജസ്റ്റ് ഒരു ലഘു ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും കുന്നൂർ യാത്ര തുടങ്ങിയതും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ മൊത്തം തേയിലക്കാടുകളുടെ ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. ശരിക്കും ഊട്ടിയിൽ പോലും ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നും. ശരിക്കും ഊട്ടി വരുന്നവരെല്ലാവരും കുന്നൂർ വരണം. കുന്നൂർ വന്ന് ഈ കാഴ്ചകളെല്ലാം കാണണം. നമ്മൾ നേരെ പോകുന്ന ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ് ഉണ്ട് കുന്നൂരിൽ, അത് കാണാൻ പോകും കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള തേയിലക്കാടുകളും അതുപോലെ തന്നെ കോട ഇറങ്ങുന്നതും ക്ലൗഡ് ബെഡിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം നമുക്ക് നേരം വൈകി കഴിഞ്ഞാൽ ആ ഡോൾഫിൻ നോസ് പോയിൻ്റ് അടയ്ക്കും. അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് നാട്ടിലോട്ട് ഇന്ന് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ നേരം കണ്ട് ഇറങ്ങി ഒരു കോട ഇറങ്ങുമ്പോഴേക്കും തിരിച്ച് നാട്ടിലെത്തണം. ദേ മുന്നിലൊരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അധികം ആൾ താമസം ഇല്ലാത്ത ഒരു ഏരിയ ആണ് തോന്നുന്നു ഈ കുന്നൂരിലെ ഈ ഭാഗം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് അരികിലായിട്ട് കുറച്ച് കടകളും കുറച്ച് ബിൽഡിങ്സ്, 1-2 വീടുകൾ കാണാം, വേറെ ഒന്നും കാണുന്നില്ല. ഇതുപോലെയുള്ള കുഞ്ഞു അരുവികൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണാം. കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ മഴക്കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ദേ കണ്ടില്ലേ, ക്ലൗഡ് ബെഡ് ഇതാ ഇങ്ങനെ താഴെ ഇങ്ങനെ പടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കോട ഇറങ്ങുന്ന സമയമല്ല ഇത്, എന്നിട്ടും കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പെട്ടെന്നായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആവുക. ഈ സൈഡിലൊക്കെ നല്ല വൃത്തിയിൽ റോഡ് ഇവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ കുപ്പയൊന്നും ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ദൂരെയായിട്ട് വലിയ വലിയ നീലഗിരി മലകൾ കേട്ടോ. അവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്. അത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ കുറേ വീടുകൾ, ഇവിടെ നോക്കിയ കൊക്കയുടെ അറ്റം വരെ വീടുകൾ. ഇതെങ്ങനെയാണ് ഇതേ വെള്ളച്ചാട്ടം. Bro, let's go. അല്ലേ, സൈഡിൽ കൊക്കയുടെ ഒരു വ്യൂ ആണ് കേട്ടോ. അവിടെ ഒന്നും പോയി നിൽക്കരുത്. ഇവിടുന്ന് നേരെ തേയിലക്കാടുകളുടെ ഒരു കാഴ്ചയും കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞാൽ ഡോൾഫിൻ നോസ് ഇത് കണ്ടില്ലേ, ഡോൾഫിൻ നോസ് പോയിൻ്റ് എത്തി. അവിടെ പോയി നോക്കാം. നോക്കിയിട്ട് അതായത് ഒരു ഡോൾഫിൻ്റെ മൂക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഒരു പാറയാണ്. അവിടെ പോയി വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. അങ്ങനെയൊക്കെയാണ്. അവിടെ ഒരു സീനറിക് വ്യൂ ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം കേട്ടോ.
ഇവിടേക്ക് വരുന്ന റോഡ് എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ചതെന്ന് പറഞ്ഞാൽ ഹെയർ പിൻ ബെൻഡുകളുണ്ട്, പിന്നെ ഭയങ്കര നാരോ റോഡ്സാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് പതുക്കെ വരിക. പിന്നെ വലിയ വാഹനങ്ങളൊക്കെ കൊണ്ടുവരാം, ട്രാവലർ പോലെയുള്ളതൊക്കെ വന്നിട്ടുണ്ട്, ബസ് പോലത്തെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഡോൾഫിൻ നോസ് ഇതാ അവിടെയാണ് കേട്ടോ. ഇവിടം വരെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് അങ്ങോട്ട് പാർക്ക് ചെയ്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഇവിടെ നമ്മൾ ഏത് പോയിന്റിൽ വന്നാലും നമുക്ക് എന്താ പണി കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അറ്റത്ത് കൊണ്ട് പാർക്ക് ചെയ്തതിന് തിരിച്ചെടുത്തിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പാർക്ക് ചെയ്തത്. കുറച്ച് സ്നാക്സുകൾ വിൽക്കുന്ന കടകളുണ്ട്. ഇത് കുതിരയൊക്കെ ഉണ്ട് കേട്ടോ, കുതിര സഫാരിയും വേണമെങ്കിൽ നടത്താം. ഇവിടെ ഊട്ടിയിലെ മറ്റു സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ തിരക്ക് അത്യാവശ്യം കമ്മിയാണ് കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇതിനേക്കാളും നല്ല തിരക്കാണ് നമ്മൾ പോയതൊക്കെ. ഇത് ഈ സൈഡും നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. തേയിലയും സ്പൈസസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു കടയാട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ വന്നപ്പോഴും ഇവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ വരുമ്പോൾ 100 രൂപ കാറിന് പാർക്കിംഗ് ഫീസ് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ ടിക്കറ്റിന് ഒരാൾക്ക് 30 രൂപ. ഹലോ, ഇവിടെ നിറയുണ്ട് കേട്ടോ ഈ ആൾക്കാർ. അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറേ പേര് നിൽക്കുന്നുണ്ട്, പിന്നെ വ്യൂ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ടിരുന്ന അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നക്കാരായിട്ടൊന്നും തോന്നുന്നില്ല. എന്തായാലും ഇവിടെ നിന്ന് വ്യൂകൾ കാണാം. ഇതിലിപ്പോൾ എവിടെയാണ് ഡോൾഫിനും നോസൊക്കെ ഉള്ളത് ഒന്ന് കണ്ടുപിടിക്കണം. എന്തായാലും നോക്കാട്ടോ. അയ്യോ, മൊത്തം കോടയാട്ടോ. അങ്ങോട്ടൊരു ട്രാക്ക് കാണുന്നുണ്ട്, അവിടെ എന്താ പരിപാടിയെന്ന് അറിയില്ല. അങ്ങോട്ട് നല്ല പൊക്കമുള്ള മലകളാട്ടാ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ തോഴം വരെയുള്ള കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇനി അത് കാണാനുള്ള വ്യൂ പോയിന്റ് ആയിരിക്കും. ഡോൾഫിൻ ഹൗസ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം. ₹100 കാർ പാർക്കിങ്ങും അതെല്ലാം കൊടുത്ത് ടിക്കറ്റെല്ലാം എടുത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ ഡോൾഫിൻ നോസ് മുൻപ് ഉണ്ടായിരുന്നു, അതായത് ഈ പാറ മുൻപ് അങ്ങനെയായിരുന്നു കാണാൻ. അപ്പോൾ ആൾക്കാരെല്ലാം അടുത്ത് വന്ന് ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഒക്കെ ആകുമ്പോൾ അപകടങ്ങൾ വരുമല്ലോ. അത് പറഞ്ഞിട്ട് അവർ ഇവിടെയൊക്കെ പിടിച്ച് കമ്പി വേലിയെല്ലാം കെട്ടിയതാ ഇതുപോലെയുള്ള കെട്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷേഴ്സ് വെച്ചു. അത് കാരണം തന്നെ ചെറിയൊരു ഡിസപ്പോയിൻ്റ് എല്ലാവർക്കും വന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, എന്നാലും കണ്ടിരിക്കാം. ഇതൊരിക്കലും റെക്കമെൻഡ് ഞാൻ ചെയ്യില്ല. എന്ത് പറഞ്ഞാലും സമയമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. സമയമുണ്ടെങ്കിലും ഈ ഒരു വ്യൂ ഒഴികെ വേറെ ഒന്നും അത്ര പോരാട്ടോ. തേയിലക്കാടുകളുടെ ഒരു വ്യൂവും അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടമില്ലേ, ഇതാ എൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ട് കോടയുള്ള കാരണം സൂം ചെയ്തിട്ടും ക്ലാരിറ്റി ഇല്ല. പക്ഷെ ആ വെള്ളച്ചാട്ടമല്ലേ അതിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. അത് ചുരുങ്ങിയത് ഒരു 20 കിലോമീറ്റർ ദൂരമെങ്കിലും ഉണ്ടാവും ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കൂടി. അങ്ങനെ ഞങ്ങൾ കുന്നൂരിൽ ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടോ. ഇവിടെയൊക്കെ വരികയാണെങ്കിൽ രാവിലെ നേരത്തെ, അതല്ലെങ്കിൽ കുറച്ച് സമയം കൈപ്പിടിച്ച് വരണം. എന്നാലും ഈ തേയിലക്കാടുകളിലൂടെയൊക്കെ പോയി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും തേയിലക്കാടുകളിൽ. അതുപോലെ തന്നെ തണുപ്പ് തുടങ്ങി, അത് കണ്ടില്ലേ അവർ തീ കായുക. കാരണം ഇവിടെ ഊട്ടിയിലെ സെയിം ക്ലൈമറ്റാണ് കുന്നൂരിലും. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥയിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസും റിസോർട്ടുകളും ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റേ അടിക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. കാരണം ഊട്ടി കണ്ട്
കഴിഞ്ഞ് വന്ന് ഒരു ദിവസം കുന്നൂരിൽ താമസിച്ച് നേരെ പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ആ ഒരു ഐഡിയ, ആ ട്രിപ്പിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അവിടെ നേരെ നമ്മൾ സന്ധ്യ ആയി തുടങ്ങിയത് കാരണം നമ്മൾ വേഗം ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ നാട്ടിലെത്തണം. ഇപ്പോൾ തീർച്ചയായും നാട്ടിൽ ഒരു 9 മണിയാകുമ്പോൾ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി 4:30 ഇറങ്ങിയത്. അപ്പോഴും കാണുന്ന കാഴ്ച കണ്ടില്ലേ, അതിമനോഹരമായ കാഴ്ചകളാണ്. ഗോൾഡൻ റൈസ്, സൺറൈസ് ഇങ്ങനെ വരുന്നുണ്ട്. കോട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ക്ലൗഡ് ബെഡ് ദൂരെയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. മലകളിൽ ഇങ്ങനെ തട്ടിത്തടവി ഇവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിച്ച് പോകണമെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഡോൾഫിൻ നോസ് പോയിൻ്റ് മാത്രം പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരരുത്. കുന്നൂരിലെ മറ്റ് കാഴ്ചകളും എല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് വൈൽഡ് അനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഞാൻ ഇവിടുത്തെ സ്റ്റേകളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കി. നല്ല റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല കോട്ടേജുകളും. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ ഇവിടെ നല്ല വാല്യുബിളായ വ്യൂസൊക്കെ ഉള്ള ഒരു സ്ഥലമെന്ന് നമുക്ക് അനുമാനിക്കാമല്ലോ. കണ്ടില്ലേ, ഊട്ടി ടോയ് ട്രെയിനിൻ്റെ ആ റെയിൽവേ പാതയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ മുന്നിലായിട്ട് കുറേ ബസ്സുകളും കുറേ വാഹനങ്ങളും എല്ലാവരും ഊട്ടി കാഴ്ചകൾ കണ്ട് ഇറങ്ങി വരിക. വീക്കെൻഡ് കഴിഞ്ഞാൽ ഇതാണ് ഊട്ടിയിലെ അവസ്ഥ. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അതാ കുന്നൂരിൻ്റെ ആ ഒരു സൈഡിലും കുറേയധികം വീടുകളും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തണുപ്പ് കുറഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുട്ട് കൂടി വരുന്നു. കാരണം നമ്മൾ സന്ധ്യ നേരത്താണല്ലോ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്നതും, അതുപോലെ നമ്മളെ പോലെയുള്ള ട്രാവലേഴ്സ്, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെല്ലാവരും ഇങ്ങനെ തിരിച്ചു പോകണം. ഇത് നാട്ടിലോട്ടുള്ള ബസ്സാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അവർ ബസ് എപ്പോഴും മുടക്കിയിട്ട്, നമ്മുടെ യാത്ര മുടക്കിയിട്ട് ഇങ്ങനെ നിൽക്കും ഫ്രണ്ടിൽ. അപ്പോൾ ബസ്സുകളെ ഒന്ന് സൂക്ഷിച്ച് പോകണം. കാരണം ഹെയർ പിൻ ബെൻഡുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുന്നൂരിലെ കാഴ്ചകൾ, അതുപോലെ ഊട്ടിയിലെ കാഴ്ചകൾ. ഇതിന് മുൻപത്തെ വീഡിയോകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം കാണാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു.